ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഒരു ട്രാവൽ വ്ളോഗാണ്. പുതുപ്പള്ളിയിൽ നിന്ന് കോട്ടയം ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പാറയ്ക്കക്കടവ് എന്നുള്ള ഒരു സ്ഥലമുണ്ട്. നമ്മൾ പലപ്പോഴും പല ചാനലുകളിലും കണ്ടിട്ടുള്ളതാണ്. ഒത്തിരി ഷൂട്ടിംഗ് നടക്കുന്ന അതിമനോഹരമായ പാടങ്ങളും മരങ്ങളും ഒക്കെയുള്ള ഒരു ശാന്തസുന്ദരമായ സ്ഥലം. ആ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് പാറക്കൽ കടവ്. ഒരു സ്ട്രെയിറ്റ് റോഡിന് ഇരുവശങ്ങളിലായി ധാരാളം അക്വേഷ്യ മരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പാടങ്ങളും അതുപോലെ തന്നെ കുളമൊക്കെയുള്ള ഒരു സ്ഥലം. ഒന്ന് നോക്കിയാൽ ഇവിടെ ഇത്തിരി വെള്ളക്കെട്ടൊക്കെ കാണാം. നമുക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്ന് കുറച്ചു നേരം വിശ്രമിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പാറയ്ക്കക്കടവ് എന്ന് പറയുക. പാടത്ത് വെള്ളം കയറി കിടക്കുന്നുണ്ട്. അതുപോലെ ആമ്പൽ ചെടികൾ കാണാം. ഒരു ശാന്തമായ ശുദ്ധവായു ശ്വസിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പാറയ്ക്കക്കടവ് എന്ന് പറയുക. ഇവിടെ നമുക്ക് വൈകുന്നേരങ്ങളിൽ വന്ന് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല മനോഹരമായ ഒരു സ്ഥലം. ഈ മരങ്ങളൊക്കെ ഇവിടെ ഒത്തിരി ഉണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ ഒത്തിരി കടവഴുകി പോയതാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ വന്ന് ഈ ഇരിപ്പിടങ്ങളിലൊക്കെ നമുക്ക് ഇരിക്കാം. ഒത്തിരി ആമ്പൽ ചെടികളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. രാവിലെ സമയത്ത് വന്ന് നമുക്ക് ആമ്പൽ പൂക്കളൊക്കെ, അതിമനോഹരമായ ആമ്പൽ പൂക്കളൊക്കെ നമുക്കിവിടെ കൂട്ടമായിട്ട് കാണാൻ സാധിക്കുന്നൊരു സ്ഥലമാണ്. കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന പാടശേഖരമാണ് ഈ ഒരു സ്ഥലത്തെ പ്രത്യേകത. ഇപ്പം വെള്ളം കയറി കിടക്കുകയാണ്. ആമ്പൽ ചെടികളാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
മലയാളത്തിലെ മികച്ച സിനിമകൾ ചിത്രീകരിച്ചിട്ടുള്ള പാറയ്ക്കക്കടവിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പാറയ്ക്കക്കടവിലെ മലയാള സിനിമകളുടെ ചിത്രീകരണ വിശേഷങ്ങളും കാഴ്ചകളുമായി വരും എപ്പിസോഡുകളിൽ കാണാം. അതുവരെ ബൈ ബൈ.